വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഗുഡ് മോർണിംഗ്. ഇത് എൻ്റെ മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഗൈസ്. ആഫ്റ്റർ എ ലോങ് ടൈം ഐ എം ഗോയിങ് ടു ഡു എ ഗെറ്റ് റെഡി വിത്ത് മീ. സോ ഇന്നൊരു ഡ്യൂട്ടിയുള്ള ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, പിന്നെ ഫ്രഷായി, ഹെയർ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. വൈ ബിക്കോസ് ഇപ്പം നല്ല മഴ ആയതുകൊണ്ടൊക്കെ ഹെയർ നന്നായി ഡ്രൈ ആവാനും ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ എന്നും ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പം ഫ്രഷ് ആയതിന് ശേഷം ആദ്യം തന്നെ ഞാൻ ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഓക്കെ, ക്ലീൻ ചെയ്യുകയാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് ഗാർണിയറിൻ്റെ വൈറ്റമിൻ സി ഫേസ് വാഷാണ്. അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫേസ് വാഷാണിത്. ഇതിൽ SPF ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ഫേസ് വാഷാണ്. എൻ്റെ ഇത് ഇട്ടിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് കാണാൻ പറ്റും. കാരണം നല്ലൊരു ബ്രൈറ്റ് ആവണം മാതിരി തോന്നും കേട്ടോ. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഫേസ് വാഷാണിത്. നിങ്ങൾ ഫേസ് വാഷ് വാങ്ങിക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഇപ്പോൾ കഴിയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ഗാർണിയറിൻ്റെ ഈ ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ചെയ്തു, എന്നിട്ട് ഇതേപോലെ ഒരു ടവൽ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചു കേട്ടോ. ഇനി അതിന് ശേഷം ഇത് കടലമാവാണ്. കടലമാവ് എന്തിനാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സ്ക്രബിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരു വീക്ക്ലി ഒരു ട്വൈസൊക്കെ സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം കുറേ ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതാണ്. അതായത് കടലമാവ് എടുത്തിട്ട് കുറച്ച് തന്നെ അതിൽ വെള്ളം ഒഴിച്ചിട്ട് കയ്യിൽ തന്നെ വെച്ച് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുക്കുക. അതായത് റബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. അപ്പം ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, നല്ലതാണ്. കടലമാവ് അറിയാമല്ലോ, നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇത് പാക്കായിട്ടും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രബായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതാണ് എൻ്റെ സ്ക്രബായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ മറ്റേ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അങ്ങനത്തെ സ്ക്രബൊന്നും ഞാൻ അപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഒരു 2-3-4 മിനിറ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് അത് വാഷ് ചെയ്ത് കളയുക. ഓക്കെ, ഇനി അതിന് ശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലിപ് ബാമാണ് കേട്ടോ. പ്ലമ്മിൻ്റെ ലിപ് ബാമാണ് ഇത്. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ഇതന്നെ യൂസ് ചെയ്യുന്നതല്ല, മാറ്റിയിട്ട് ഇതന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബെറി ഫസ്റ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷെയ്ഡ്. ഒരു ചെറുതായിട്ടൊരു പിങ്ക് ടിൻറ്റ് വരും. അതിന് ശേഷം മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ഇന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നില്ല. കാരണം നൈറ്റ് സ്കിൻ കെയർ ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു നല്ലൊരു ഹൈഡ്രേഷനൊക്കെ ഉണ്ട് കേട്ടോ ഫേസിൽ. അപ്പോൾ പിന്നെയും മോയ്സ്ചറൈസർ ഇട്ടിട്ട് കുറച്ചും കൂടെ ഓയിലി പോലെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തു. പിന്നെ ഞാൻ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ യൂസ് ചെയ്യാറ്. പിന്നെ പ്ലമ്മിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് പൗഡറാണ് കേട്ടോ. പൗഡർ എൻചാൻഡറിൻ്റെ ഈ ഒരു പൗഡറാണ്. ഇതന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വൈറ്റ് ടോൺ പൗഡർ യൂസ് ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ഇതന്നെയാണ് യൂസ് ചെയ്യാറ്. അതും നന്നായിട്ട് ഇങ്ങോട്ട് വൈറ്റ് വാഷ് ചെയ്തെടുക്കണം നമുക്ക്. ഓക്കെ, അതിന് ശേഷം അടുത്തത് കണ്ണെഴുതാൻ പോവുകയാണ്. കണ്ണെഴുതുന്നത് ഐലൈനർ വെച്ചിട്ട്. നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്ന ഐലൈനറിനെ ആയിരിക്കും. നമുക്ക് അതായത് നമ്മൾ റെഗുലറായിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ ഈ ഒരു ഐലൈനറാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം നമുക്ക് അത്രയും ലാസ്റ്റ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ലല്ലോ. അപ്പം ഐലൈനർ ഞാൻ താഴെ മീതൊക്കെ അത് ഞാൻ കുറേ മുന്നേ തൊട്ടിട്ടേ ഞാൻ കണ്ണ് എഴുതാറുണ്ട്. കാരണം എൻ്റെ കണ്ണ് കുറച്ചൊരു ഹൂഡഡ് ഐസാണ്, കുറച്ച് കുഞ്ഞ ഐസാണ്. അപ്പം കണ്ണ് എഴുതിയാലാണ് കുറച്ച് നല്ലതായിട്ട് തോന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെയൊക്കെ ഒരു ഫീലിംഗ് ആണ്. സോ ദാറ്റ് ഞാൻ എന്ത് സ്കിപ്പ് ചെയ്താലും ഞാൻ മസ്റ്റായിട്ടും കണ്ണ് എഴുതാറുണ്ട്. എന്ത് മിസ് ചെയ്താൽ നല്ലതല്ല കേട്ടോ. എനിക്ക് കണ്ണ്, പിന്നെ ഐബ്രോസ്, ലിപ്സ് ഇതിപ്പോഴും ഞാൻ ഫിൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അതിന് ശേഷം ദ മെയിൻ പാർട്ട് ഐബ്രോസ് ആണ്. ഐബ്രോസ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ജെല്ല് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാ കണ്ണ് പിന്നെ ഐബ്രോസൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ലിപ്സ്റ്റിക്കും ഞാനിപ്പോൾ കുറച്ച് ആയിട്ട് ഇങ്ങനെ കുറച്ചൊരു നല്ലൊരു ഇങ്ങനത്തെ ഒരു കളറാണ് ഞാൻ ഇടാറ്. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ന്യൂഡായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം കുറേ ആയിട്ട് ഞാൻ കുറച്ച് ബ്രൈറ്റ് കളറിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഹെയറാണ്. ഞാൻ ഹെയർ വാഷ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഹെയർ പോണി ടെയിൽ ചെയ്യാം.
ഹെയർ കെട്ടുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ മുടി കേട് വരും കെട്ടിയത്. ഞാൻ അടുത്തതായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇത് ആക്ച്വലി എൻ്റെ വാർഡ്രോബാണ്, പക്ഷെ തുറക്കുന്നില്ല. തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോധം പോവും, അത്രയ്ക്ക് അലമ്പായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനുള്ള ഡ്രസ്സ് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. ഇത് നിങ്ങൾക്കറിയാം, മീഷോന്ന് മേടിച്ചിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ പ്രത്യേകിച്ച് അയൺ ചെയ്യേണ്ട കാര്യത്തിന് എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സ് ആയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിതാ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിക്കാം. ഞാൻ എൻ്റെ ഹെയറും കൂടെ ഒന്ന് കെട്ടിട്ട്, പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഫുൾ ഇങ്ങനെ എടുക്കും, എന്നിട്ട് ഇവിടെ ഒരു പോണിയിട്ടായിരുന്നു. അതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഒന്ന് ഞാൻ കോംബ് ചെയ്തിട്ട്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന എൻ്റെ ഡ്രസ്സിന് അതേ മാച്ചായിട്ട് എനിക്കൊരു കോംബ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോംബ് കിട്ടിയതല്ല, എൻ്റെ ഉണ്ടായിരുന്ന കോമ്പാണ്. സോ എടുത്തപ്പോൾ നല്ല മാച്ചായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. ഇത് ആക്ച്വലി ഞാൻ സ്പീഡിൽ ഇട്ടേക്കുന്നതല്ല കേട്ടോ. ഞാൻ സ്പീഡായിട്ട് ചെയ്യുന്നത്, കാരണം കുറച്ച് ലേറ്റായി. ഞാൻ വീഡിയോ എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. സോ ഇതാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ. പിന്നെ ഇതാ ഈ ഒരു എന്താ പറയുക, ഇതിന് ഒരു സാധനം കൂടി ഇട്ട് കഴിഞ്ഞാൽ അതും ഏകദേശം എൻ്റെ ഡ്രസ്സിനായിട്ട് മാച്ചാണ്. കണ്ടു, എല്ലാം എൻ്റെ മാച്ചാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഹെയർ നല്ല ടൈ ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് എനിക്ക് ബേബി ഹെയർസ് ഒക്കെ ഉണ്ട്. അതിങ്ങനെ ഇങ്ങനെ 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 ഫ്രണ്ടിക്കിടും. കണ്ടോ, ഇതാണ് എൻ്റെ സ്റ്റൈൽ. ഓക്കെ, യെസ്. പിന്നെ എന്താണ്, ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബിഫോർ ദാറ്റ് ഞാൻ ഈ ഒരു വാച്ച് കിട്ടുന്നുണ്ട്. ഇത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ് കേട്ടോ. എങ്ങനെയായിരുന്നു, യെസ്. ഡ്രസ്സ് വൈറ്റ് ആയതുകൊണ്ട് ഇത് ഭയങ്കര ചേരും. പിന്നെ വൈറ്റ് സാൻഡൽ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂ പെയർ ചെയ്യാം. പിന്നെ ഷൂ ഇടുന്നില്ല, ബിക്കോസ് എൻ്റെ കാലിൽ കുറച്ച് നെയിലുണ്ട്. ഷൂ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ജാമായിട്ട് നേക്കം പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാനൊരു കാഷ്വൽ ഒരു ചെറിയൊരു ഹീലുള്ള ചെരുപ്പാണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് കുറച്ച് പെർഫ്യൂം കൂടെ അടിച്ചു കൊടുക്കാം. നമ്മൾ പെർഫ്യൂം കൂടെ അടിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് ഇതേപോലൊരു മാച്ചിങ് ബാഗ് കൂടി ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് മാച്ചിങ് ബാഗ് ഉണ്ട്, പക്ഷെ ഞാനിത് ഇടുന്നില്ല കേട്ടോ. സോ ഞാനിതാ ഒരു ബാഗാണ്. എനിക്കിങ്ങനെ പൂജയിടൊക്കെ ഇട്ടിട്ട് പോവാം, അതുകൊണ്ട് ഓക്കെ. പിന്നെ ഗൈസ്, ഞാൻ കുറച്ച് സിന്ദൂരം കൂടെ തൊടുന്നുണ്ട് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് സീനാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ സിന്ദൂരം കൂടെ തൊട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എൻ്റെ ഈ ഒരു സാൻഡലാണ് ഞാൻ ഇന്ന് ഇടാൻ വേണ്ടി പോകുന്നത്. ഹേ ഗൈസ്, അപ്പോൾ ഞാനിപ്പം സ്പാലാണുള്ളത്. എൻ്റെ യൂണിഫോമൊക്കെ ഞാൻ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് മറ്റു ഡ്രസ്സ് മാറ്റിയിട്ട് യൂണിഫോമിലേക്ക് സ്വിച്ച് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുകയെന്ന് വെച്ചാൽ ഒന്നുമില്ല, വെരി സിമ്പിൾ. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എന്താണ് ഐബ്രോസും അതുപോലെ ലിപ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പൗച്ചിൽ എൻ്റെ കുറച്ച് തിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോഴും ബാഗിൽ കമ്പൽസറി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഈ ഐബ്രോ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കും. അതുപോലെ ലിപ്സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് റീടച്ച് ചെയ്യും. കണ്ടോ, ഓക്കെ. പിന്നെ കണ്ണ് കുറച്ച് മീതൊക്കെ പടർന്നിട്ടുണ്ട്, കാരണം ഇപ്പം മഴയായതുകൊണ്ടേ വെള്ളത്തുള്ളികൾ വീണിട്ട് കണ്ണപ്പം ജസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഹെയറും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കോംബ് ചെയ്തിട്ട് കറക്റ്റ് ആകും. ഓക്കെ, യെസ്. ഇനി ഞാൻ എന്താണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അത്രയാണ് കേട്ടോ യൂസ് ചെയ്യൽ. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് ഇവിടെ കൊടുന്ന് ചേഞ്ച് ചെയ്യുമല്ലോ, അപ്പം പെർഫ്യൂമിൻ്റെ സ്മെല്ലൊക്കെ പോയി. അപ്പം ഞാൻ ജസ്റ്റ് എപ്പോഴും ഒരു അത്തർ സ്റ്റോക്ക് ചെയ്യും. അത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഇതിപ്പോൾ റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൂട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ,
അപ്പം നല്ല സ്മെല്ലായിരിക്കും. പിന്നെ നമുക്ക് അത്ര ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്മെല്ല് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്, കാരണം ഇതൊരു ഒരു പൗച്ചിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമുക്ക് ഈസിലി കൊണ്ടുവരാം. പക്ഷെ പെർഫ്യൂം ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കമ്പാരിറ്റീവ്ലി നമ്മൾ അത്തർ അപേക്ഷിച്ച്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു അത്തർ സ്റ്റോക്ക് ചെയ്യും ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഗൈസ് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക് ഒന്ന് റീടച്ച് ചെയ്തു, അതുപോലെ ഐബ്രോസ് റീടച്ച് ചെയ്തു, ജസ്റ്റ് ഒന്ന് കോംബോ വെച്ചിട്ട് ഹെയർ ഒന്ന് സെറ്റാക്കി, പിന്നെ കുറച്ച് അത്തറും കൂടെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ജോലിയിലേക്ക് കിടന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഗെറ്റ് റെഡി. ഇങ്ങനെയാണ് ഞാൻ ഓരോ ദിവസങ്ങളിലും ചെയ്ത് കൂട്ടുന്ന എൻ്റെ ഒരു ഫേസും വെച്ചിട്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെ മനസ്സ് തുറന്ന് ചിരിക്കുക കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾ പകുതിയല്ല, ഒരു 90% നിങ്ങളെല്ലാവരും സൗന്ദര്യമുള്ളവരാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ.